അപ്പോൾ ഗോയ്സ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഫുൾ അപ്സ് ഇടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് +1 ഫിസിക്സ് സ്റ്റഡി പ്ലാനാണ്. ഓൾറെഡി ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതും ആ പ്ലാൻ ഫോളോ ചെയ്യാത്തവർക്കുള്ളതാണ്. ഇപ്പോൾ ബയോളജി സയൻസിൻ്റെ എക്സാം ഒക്കെ എന്നുണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് 21-ാം തീയതിയാണ്, നാളെ 22-ാം തീയതി ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് 9 മണിക്കാണ് വീഡിയോ ഇടുന്നത്. ഏകദേശം 1.5 ദിവസത്തോളം ഉണ്ട്. ഇന്നും നാളെ ഉച്ച വരും. 1.5 ദിവസത്തിൻ്റെ കുറച്ച് 1.5 ദിവസത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റഡി പ്ലാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്നലെ ബയോളജി സയൻസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിലും ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ മാക്സിമം ഏത് ലൈവാണോ നിങ്ങൾക്ക് നോട്ട് നോക്കി പഠിക്കാൻ കഴിയുമെന്നൊന്നും അറിയുമ്പോഴേക്ക് നിങ്ങളെ രീതിയിൽ പെട്ടെന്നൊരു വൈകുന്നേരത്തിനുള്ളിൽ ചാപ്റ്റേഴ്സ് മൊത്തം തീർക്കുക. കാരണം അത്ര ടൈം ഇനി ഉള്ളൂ. അത്ര സ്പീഡിൽ ചാപ്റ്റേഴ്സ് തീർത്താൽ ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ഇപ്പോൾ ഒരു ചാപ്റ്റർക്ക് തീരെ പഠിച്ചില്ല, അതിന് വെയിറ്റേജും കുറവാണെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യുക. പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പഠിച്ചവർ NCERT ഒക്കെ ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. തീരെ പഠിക്കാത്തവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ മാക്സിമം തീരെ പഠിക്കാത്ത ചാപ്റ്റർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കുക. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ തീരെ പഠിച്ചില്ല, വെയിറ്റേജും കുറവാണ്, സ്കിപ്പ് ചെയ്യുക. പിന്നെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തീർത്തിട്ട് വൈകുന്നേരം 4 മണിയുടെ ഉള്ളിൽ തീർക്കുകയാണെങ്കിൽ 4 മണി മുതൽ 7 മണി വരെ നിങ്ങൾക്ക് ഡെറിവേഷൻ ചെയ്യാൻ കിട്ടും. ഡെറിവേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. കാരണം ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ അലക്സ് സാർ പറഞ്ഞാൽ പ്രോബ്ലംസ് എങ്ങനെ വേണമെങ്കിലും ടഫാക്കാം. പക്ഷേ ഡെറിവേഷൻ ടഫാക്കാൻ കഴിയില്ല. പക്ഷേ +2 ടഫാക്കിന് ലാസ്റ്റ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഒക്കെ. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് എഴുതാൻ കഴിയും ഡെറിവേഷൻ. അതിനോട് തന്നെ ഒരു 3 മണിക്കൂറിനോട് നിങ്ങൾക്ക് ഫുൾ ഡെറിവേഷൻ കഴിഞ്ഞ് തീർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. 4 മണിക്കൂറാണെങ്കിൽ 5, 6, 7 മണിൻ്റെ ഉള്ളിൽ ഡെറിവേഷൻ തീർക്കാൻ ഒന്ന് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങളിൽ ഡെറിവേഷനൊക്കെ എഴുതി ബുക്ക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കി ഡെറിവേഷൻ ഒന്ന് എഴുതിയെടുക്കുക ബുക്കിലേക്ക്. അപ്പോൾ 7 മണിൻ്റെ ഉള്ളിൽ ഡെറിവേഷൻ തീർക്കുകയാണെങ്കിൽ പിന്നെ 7 മണിൻ്റെ ഉള്ളിൽ ഡെറിവേഷനൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ആദ്യം പാഠം പഠിച്ച് 4 മണി വരെ പാഠം പഠിച്ച് തീർത്തിട്ട് 7 മണിൻ്റെ ഉള്ളിൽ ഡെറിവേഷൻ തീർക്കുകയാണെങ്കിൽ പിന്നെ 7:30 ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാണാം. അതിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. കാരണം എക്സാമിന് തലേന്ന് ലൈവ് ഉണ്ടോ കാര്യം ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ കാര്യം ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും എക്സാമിനനുസരിച്ച് തന്നെ ടഫാക്കിയിട്ടുള്ള ലൈവ് തന്നെ എടുക്കണം. അതിനോണ്ട് തന്നെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസൊക്കെ ആവും ചെയ്യുക. അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക. ലൈവിൻ്റെ കൂടെ ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ലൈവ് വെറുതെ കണ്ടുപിടിക്കാട്ടി നല്ലത് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി ചെയ്ത് നോക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് ലൈവ് ആണെങ്കിൽ ലൈവ് ഒരു 7:30 ഞാനൊക്കെ എങ്ങനെയാണ് ചെയ്യൽ, 7:00 ലൈവ് ആണെങ്കിൽ ഒരു 7:45 കയറും. എന്നിട്ട് 1.5x അല്ലെങ്കിൽ 1.75x ഇട്ടിട്ട് ക്ലാസ് കാണും. എന്നിട്ട് പ്രോബ്ലം വരുമ്പോൾ സോൾവ് ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ 15 മിനിറ്റ് ബാക്കിലാകുമ്പോൾ ലൈവിൻ്റെ കൂടെ അങ്ങനെ പോകണ്ടല്ലോ. ലൈവിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓല് സ്ലോ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് സ്ലോ ആണ്, ചടച്ച് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. ഒരു ലൈവിൻ്റെ കൂടെ ഞാൻ അങ്ങനെ ആ ലൈവിൻ്റെ കൂടെ തന്നെ കുത്തുന്നതുകൊണ്ട് അത് സ്ലോ ആയിട്ട് പിന്നെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടു അറിയാതെ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യുക. അപ്പോൾ ലൈവിൻ്റെ കൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ലൈവ് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല മണിക്കൂറാവും. എന്തായാലും ഒരു 5 മണിക്കൂറെങ്കിൽ മിനിമം ഉറക്കം വേണം. ഉറക്കം മൊത്തമായിട്ടൊന്നും കളയരുത്. ഒരു 5 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 4 മണിക്കൂർ ഉറങ്ങിയിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും. കാരണം അനുഭവത്തിൻ്റെ വിളിച്ചത് പറയുകയാണ്. 4 മണിക്കൂറെങ്കിൽ മിനിമം ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ആ PDF ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ എന്താ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ PDF ഒന്ന് നോക്കുക. ഇന്നലെ എടുത്ത ലൈവിൻ്റെ PDF ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. തീരെ കിട്ടാത്തുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. തിയറിയൊക്കെ എന്തായാലും എഴുതി പഠിക്കുമോ നല്ലത്. പക്ഷേ അത്രയ്ക്ക് ടൈം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം എഴുതി പഠിക്കുന്നതാവും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പഠിക്കുക. ഞാൻ എഴുതി പഠിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയാവും. ചിലർക്ക് വായിച്ച് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. അതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജാണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ. എനിക്കങ്ങനെ ഇല്ല. പിന്നെ പറയുകയാണെങ്കിൽ ആ ഒരു 5 മണിക്കൊക്കെ നീറ്റ് വിചാരിച്ചോളൂ. നിങ്ങൾ 5 മണി ഒരു 5:30 നീറ്റ് വിചാരിച്ചോളൂ. 6:30 ഏഴരൻ്റെ ഉള്ളിൽ ഒരു 7:30 ഉള്ളിൽ തന്നെ നിങ്ങൾ എന്തായാലും ആ PDF ഒക്കെ വായിച്ച് തീർക്കുക. PDF ഒന്ന് വായിച്ചിട്ട് അത്യാവശ്യമൊക്കെ ചെയ്ത് തീർക്കാം. ഉച്ചയ്ക്ക് ശേഷമല്ല പരീക്ഷ. അപ്പോൾ എന്തായാലും നിങ്ങളിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ 7:30 ഉള്ളിൽ ആ PDF ഒക്കെ കഴിയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ നോക്കുക. അല്ലെങ്കിൽ ഒരു 9 മണി വരെയൊക്കെ ഇത് നോക്കുക. ഈ PDF തന്നെ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെന്തായാലും എക്സാമിന് പോകണതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ എന്തായാലും ഡെറിവേഷൻ ഒന്നും കൂടി നോക്കണം. നോക്കിയാൽ പോരാ, തീരെ നിശ്ചയില്ലാത്ത ഡെറിവേഷനൊക്കെ ഒന്നും കൂടി ചെയ്ത് നോക്കുക. കാരണം ആ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റിഗ്രറ്റ് അടിക്കരുത് ഒരിക്കലും. ഇത് ഞാൻ നോക്കി പോകുന്നതായിരുന്നല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ആ ഡെറിവേഷൻ. എല്ലാ ഡെറിവേഷൻ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല അറിയുന്ന ഡെറിവേഷനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തീരെ അറിയാത്തൊക്കെ എന്തായാലും ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ ഈ 1.5 ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. എത്രത്തോളം ടഫാവുന്നൊന്നും നമുക്ക് പറയാനില്ല. കാരണം +2 ഫിസിക്സിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാൻ മതിയാവും. കെമിസ്ട്രീൻ്റെയും മാക്സിമം ട്രൈ ചെയ്യുക. മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ ഒന്ന് വേണമെന്ന് പറയാം. അത്ര തന്നെ പറയാനുള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ഫുൾ A+ തന്നെ കിട്ടട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടട്ടെ. അത്രയ്ക്ക് പറയാനുള്ളൂ.